ശ്രീ ഫക്രുദ്ദീൻ, എല്ലാവരും സൗകര്യപ്രദമായിട്ട് ഉപയോഗിക്കും മതനിരപേക്ഷത എന്ന വാക്ക്. ഇത് വെറുമൊരു ആലങ്കാരികമായി മാറുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അത് ചില ലാഭ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം നിൽക്കുന്ന ഒന്നായി മാറുകയാണ്. എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടാവുന്ന അപജയം പോലെ ഈ വാക്കുകൾക്കും ഉണ്ടായിട്ടുണ്ട്. മതനിരപേക്ഷത എന്ന് പറഞ്ഞാൽ ബേസിക്കലി മതനിരപേക്ഷത ഇന്ത്യക്കാരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. മതനിരപേക്ഷത കണ്ടുപിടിച്ചതിന് ഇന്ത്യക്കാരാണ്. അത് ഈ പറഞ്ഞ ക്രിസ്തുമതം, ഇസ്ലാം മതം, ജൂതമതമൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഇപ്പം ജൂതമതത്തിൻ്റെ ഒക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറയാൻ 1000 BC ആണ്. ജൂതമതത്തിൻ്റെയൊക്കെ. അപ്പം നമ്മുടെ ഋഗ്വേദത്തിൻ്റെ ഒരു കാലഘട്ടം വെച്ചാൽ 1000 തൊട്ട് 1500 BC ആണ്. അതിനുശേഷം ഋഗ്വേദത്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഉപനിഷത്തുകളൊക്കെ വരുന്നത്. ഈ ഉപനിഷത്തുകളിലെ ഒക്കെ തന്നെ പറഞ്ഞിരിക്കുന്നത് എല്ലാ മതങ്ങളെയും ഒരുമിച്ച് കൊണ്ട് അതിൽ വർണ്ണാടിസ്ഥാനത്തിൽ ആക്രമിച്ച് കീഴടക്കിയ ആളുകളോട് വിവേചനമൊക്കെ ഉണ്ട്. അല്ല, അവരുടെ ഇടയിൽ യാതൊരു വിവേചനം ഉണ്ടായിരുന്നില്ല. ഇന്ദ്രൻ്റെ ആളുകളുടെ ഇടയിൽ ഒരു വിവേചനം ഉണ്ടായിരുന്നില്ല. അവിടെ തൊഴിലിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിഭജനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നു. അതിൽ ഈ ആക്രമിച്ച് കീഴടക്കിയ ആളുകളുണ്ട്, ദാസന്മാർ, അവരോട് ദസ്യുക്കൾ, ദാസന്മാർ അവരോട് വിഭജനം ഉണ്ടായിരുന്നു. അപ്പം നമ്മളന്ന് ഏകം സത് വിപ്ര ബഹുധാവതന്തി പോലെയുള്ള സർവധർമ്മ സമവാന പോലെയുള്ള സങ്കല്പങ്ങൾ മുന്നോട്ട് വെച്ച രാജ്യമാണ്. നമ്മളിത് ആരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ജൂതന്മാർ റോമക്കാർ ഓടിച്ചു വിട്ടപ്പോൾ നമ്മൾ സ്വീകരിച്ചതാണ്. അതുപോലെ സിറിയൻ ക്രിസ്ത്യാനികളെ പിന്നീട് സിറിയയിൽ നിന്ന് മുസ്ലിങ്ങൾ ഓടിച്ചു വിട്ടപ്പോൾ സ്വീകരിച്ചത് നമ്മളാണ്. മുസ്ലിങ്ങൾ ഇവിടെ കച്ചവടത്തിന് വന്ന സമയത്ത് എല്ലാ സഹായം ചെയ്തു കൊടുത്തത് നമ്മളാണ്. ഇവിടെ അന്നൊക്കെ യൂറോപ്പ് വെച്ചാൽ വേറെ മതത്തിൽപ്പെട്ട ആളുകളെ സ്ത്രീകളെയും കുട്ടികളെയും പോലും കൊന്നില്ലെന്ന സമൂഹമാണ്. അവന്മാരൊക്കെ അടുത്ത കാലത്താണ് നന്നായത്. പിന്നെ ക്രിസ്ത്യാനികളുടെ പ്രൊട്ടസ്റ്റൻ്റ് അവന്മാർ ബ്രിട്ടീഷുകാർ ഇവിടെ വരുന്ന സമയത്ത് തൊട്ട് മുമ്പ് പ്രൊട്ടസ്റ്റൻ്റുകാരും കത്തോലിക്കരും തമ്മിൽ ഭൂലോക അടിയായിരുന്നു. എത്ര ആളുകൾ പഠിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ മുസ്ലിം സുന്നികളും ഷിയാക്കളും തമ്മിൽ. ഇതൊന്നും നമ്മളവരാണെങ്കിൽ പഠിപ്പിക്കേണ്ട ആവശ്യം ഇവിടെ ഉള്ളതാണ്. ഇവിടെ പിന്നെ ആകെപ്പാടെ ജാതി വ്യവസ്ഥയിൽ വന്നപ്പോൾ ചില പ്രശ്നങ്ങൾ നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളതിനെ പഠിപ്പിക്കേണ്ട. പക്ഷേ ഇപ്പം നമ്മുടെ നാട്ടിൽ ഈ ആധുനിക സെക്കുലറിസം എന്നുള്ള സാധനം അവർ കൊണ്ടുവന്നു എന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇൻ റിയാലിറ്റി നമ്മൾ വരിക. ഇപ്പോൾ 2 പേര് കല്യാണം കഴിച്ചു, ഒരാൾ ഹിന്ദു, ഒരാൾ മുസ്ലിം. ഇപ്പോൾ നമ്മൾ അമീർ ഖാൻ എടുക്കാം, അല്ലെങ്കിൽ സെയ്ഫ് അലി ഖാൻ എടുക്കാം. സെയ്ഫ് അലി ഖാൻ്റെ 2 ഭാര്യമാരും മുസ്ലിങ്ങളാണ്, അല്ല ഹിന്ദുക്കളാണ്. ഒന്ന് അമുദാ സിംഗ്, ഒന്ന് കരീന. ഈ കുട്ടികൾക്കിട്ട പേരുകൾ നോക്കും. ആദ്യത്തെ കുട്ടി ഇബ്രാഹിം, രണ്ടാമത്തിലുണ്ടായ കുട്ടികൾക്കിട്ട തൈമൂർ. തൈമൂർ എന്ന് വെച്ചാൽ തുർക്കിയിലെ വലിയൊരു ചെങ്കിസ് ഖാനെ പോലെ വലിയൊരു പോരാളിയാണ്. അയാൾ ഇന്ത്യയിൽ വന്ന് ഒരുപാട് കൊലപാതകങ്ങളൊക്കെ ചെയ്ത ആളാണ്. ഇന്ത്യ മുസ്ലിങ്ങളാണ്, അത് ഹിന്ദുക്കളൊക്കെ ഒന്നും വിചാരിക്കണ്ട. അയാളിവിടെ വന്ന സമയത്ത് ഇവിടെ മുസ്ലിം തുർക്കിക്കാർ തന്നെ മുസ്ലിം സുൽത്താന്മാരായിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത്. ആരൊക്കെ കൊന്നു തള്ളി ഡൽഹി മൊത്തം ശവപ്പാമ്പാക്കി മാറ്റിയ ആളാണ്. വേറൊരാൾ ഈ പറയുന്നത് പോലെ പിന്നെ ജഹാംഗീർ, അത് മുഗൾ രാജാവ്, ഷാജഹാൻ അച്ഛൻ, അക്ബറിൻ്റെ മകൻ. അപ്പോൾ ഇതിൻ്റെ പക്ഷേ ഈ സ്ത്രീകളുടെ ഐഡൻറ്റിറ്റി എവിടെയാണ്? അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. ഒരു കുട്ടി ഉണ്ടാകുമ്പോൾ അച്ഛനും അമ്മയ്ക്കും ഒരേപോലെ അവകാശം ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ അത്രയും സെക്യുലർ ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? എന്തെങ്കിലും ആ കുട്ടിക്ക് സെക്യുലർ ആയിട്ടുള്ളൊരു പേരുണ്ട് അല്ലേ? അല്ലെങ്കിൽ നമ്മൾ ആ കുട്ടിക്ക് 2 കുട്ടികളുടെ ഒരാൾക്ക് മുസ്ലിം പേരും ഒരാൾക്ക് ഹിന്ദു പേരുണ്ട്. അതല്ല എന്ത് ചെയ്യും? ഭാര്യയുടെ പിന്നെ മതം ഏതാണോ അതുമായിട്ട് ബന്ധപ്പെട്ട പേര്. എപ്പോഴും എന്തുകൊണ്ടാണ് ഈ സെക്യുലറിസം പുരുഷൻ്റെ മാത്രമാണ്? നമ്മുടെ നാട്ടിലുണ്ട്. നമ്മുടെ ഈ ഹിന്ദു കല്യാണം കഴിച്ചു, മുസ്ലിമാണ് സ്ത്രീ എന്ന് വിചാരിച്ചാൽ സാധാരണഗതിയിൽ ഈ കുട്ടിക്കിടുന്ന പേര് ഹിന്ദു പേരായിരിക്കും. കമ്മ്യൂണിസ്റ്റാണ് വല്ല കൊറിയ, ജപ്പാൻ എന്നൊക്കെ പേരിടും. അതുപോലെ തന്നെ സാധാരണഗതിയിൽ പ്രേമത്തിനങ്ങനെ ജാതി ഇതൊന്നും ഇല്ലല്ലോ. ഇവിടെ തന്നെ പല സിനിമാ നടികളെയും ക്രിസ്ത്യൻ സിനിമാ നടികളെയും ഒക്കെ ഹിന്ദുക്കൾ വിവാദപ്പെട്ട ആളുകളെല്ലാം കഴിച്ചിട്ടുണ്ട്. കുട്ടികളുടെ പേര് നോക്കും, ഹിന്ദു പേരുള്ള മനസ്സിലായി. അതുപോലെ തന്നെ സെയ്ഫ് അലി ഖാൻ ഇപ്പം ഒരു ഹിന്ദു പെൺകുട്ടിയെ ഒരു ക്രിസ്ത്യൻ കല്യാണം കഴിച്ചു നോക്കും. ആ കുട്ടിക്ക് പൊതുവേ പുറത്ത് ചിലപ്പോൾ സുനിത എന്നൊക്കെ പേരുണ്ട്, പള്ളിയിൽ വേറെ പേരുണ്ടോ, ത്രേസ്യ എന്ന് പേരുണ്ടോ. അപ്പോൾ സ്ത്രീകൾക്കൊരു സ്പേസേ ഇല്ല സെക്യുലറിസത്തിൽ. മറ്റെല്ലായിടത്തും സ്പേസ് പറയുന്നത് ഇക്കാര്യത്തിനകത്ത് മാത്രമാണ്. ഭയങ്കര സ്പേസേ ഇല്ല. ഈ സ്ത്രീകളെല്ലാം തന്നെ വളരെ കമാൻഡിങ് ആയിട്ടുള്ള സ്ത്രീകളാണ്. ഇപ്പോൾ ഒരു സ്ത്രീ ഒരു പ്രണയത്തിന് പോയി അയാളെ കല്യാണം കഴിക്കണമെങ്കിൽ അത് സമുദായമായി കല്യാണം കഴിക്കാൻ അവർ വളരെ പവർഫുൾ ആയിരിക്കണം, അല്ലെ ചെയ്യില്ല, ബുദ്ധിമുട്ടാണ്.
ഞാൻ കണ്ടിട്ടുണ്ട്, എത്ര ശ്രമിച്ചാലും വീഴാത്ത ചില പെൺപിള്ളേരുണ്ട്. കാരണം എന്ന് വെച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ സിസ്റ്റത്തിനെ ബ്രേക്ക് ചെയ്യാൻ അവർക്ക് ഭയമാണ്. അപ്പം അങ്ങനെ മറികടന്ന് വരുന്നിട്ടുണ്ടെങ്കിൽ അത് പവർഫുള്ളായ സ്ത്രീകളാണ്. ആ പവർഫുള്ളായ സ്ത്രീകൾ ഇവരെന്താണ് ബഹുമാനിക്കുന്നത്? ഒന്നെങ്കിലും ഇതിലേക്ക് മതം മാറ്റും. ഇപ്പം സേഫൊന്നും ആയി ചെയ്തിട്ടില്ല, അത്രയും നല്ലത്. പുരുഷൻ്റെ സമുദായം ഏതാണോ അതിലേക്ക് മതം മാറ്റും. വളരെ അപൂർവമായിട്ടാണ് പെണ്ണിൻ്റെ സമുദായത്തെ മതം മാറ്റി ഞാൻ കേട്ടിട്ടുള്ളൂ. പുരുഷൻ്റെ സമുദായത്തിലേക്ക് മതം മാറ്റും. അപ്പോൾ സ്ത്രീകളുടെ ഐഡൻറ്റിറ്റി എന്താണ്? സെക്കുലേഴ്സ് സ്ത്രീകൾക്ക് സ്പേസ് ഇല്ലേ? നിങ്ങൾ ഈ വലിയ സെക്കുലറിസം പറയുന്ന പല ആളുകളെ നോക്കി അവരുടെ മക്കളൊക്കെ കല്യാണം കഴിച്ചിരിക്കുന്നത് പല കല്യാണം മറ്റു സമുദായത്തിൽ മതം മാറ്റിയിരിക്കും. ഇതിന് വലിയ സെക്കുലറിസം പോയി. വാട്ട് നോൺസെൻസ് ഈസ് ദിസ്? നിങ്ങൾക്ക് അങ്ങനെ മതം മാറ്റാനാണ് കല്യാണം കഴിക്കുന്നത്, സ്വന്തം സമുദായത്തിൽ കല്യാണം കഴിച്ചാൽ പോലെ സ്ത്രീധനമൊക്കെ കിട്ടില്ലേ? വീട്ടുകാർക്കും പ്രശ്നമില്ല, വീട്ടുകാർക്ക് ടെൻഷനില്ല, നാണക്കേടില്ല. എന്തിനാണ് മറ്റു സമുദായത്തിൽ പോയി കല്യാണം കഴിച്ചിട്ട് ഈ ആളെ കൂട്ടാൻ നിൽക്കുന്നത്? ഇതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ ഈ പലതും പോലെ നമ്മുടെ സെക്കുലറിസത്തിന് ഈ ഒരു വലിയ പെൺകുട്ടികൾ തന്നെയാണ് മനസ്സിലാക്കുന്നത്. അവർ വളരെ കൃത്യമായിട്ട് പറയണം, നിന്നെ പ്രേമിച്ചത് നിൻ്റെ മതം കണ്ടിട്ടൊന്നുമല്ല, നിന്നെ ഇഷ്ടമാണ്. അത് വിചാരിച്ച് എൻ്റെ വിശ്വാസത്തെ, എൻ്റെ അള്ളാഹുവിനെ, എൻ്റെ കൃഷ്ണനെ, എൻ്റെ ജീസസിനെ ഒഴിവാക്കാൻ എന്നെ കിട്ടില്ല. പിന്നെ മക്കളെ കാര്യം അവരെ നമുക്ക് സ്വതന്ത്രമായിട്ട് വളർത്താം. അവർ വലുതായതിനു ശേഷം അവർ തീരുമാനിച്ചോട്ടെ ഇത് മതത്തിൽ പോകണം എന്ന് പറയാൻ തൻ്റെ ഇടം വേണം. അതല്ല ഈ പണിക്ക് നിൽക്കരുത്. അതാണ് അതിൻ്റെ ഒരു കാര്യം. ഇതിൻ്റെ പ്രശ്നം വെച്ചാലേ ഒരു ഇൻ്റർ റിലീജിയസ് മാരേജ് നടക്കുമ്പോൾ അത് മറ്റു പലർക്കും അത് ചെയ്യാനുള്ള പ്രേരണയാണ്. ചിലപ്പോൾ ഇൻ്റർ റിലീജിയസ് മാരേജ് ചെയ്യുന്ന ആളുകൾ വളരെ സിൻസിയറായ ആളുകളായിരിക്കും. പക്ഷേ ഇത് കണ്ട് ഇതിനാൽ ആകർഷിക്കപ്പെട്ട് പ്രചോദിതരായി, അങ്ങനെയല്ല മലയാളം പറയാം, ഇൻസ്പയർഡായിട്ട്, അതെ, അങ്ങനെ തന്നെ കരളവപ്പില്ലാത്ത പിള്ളേർ ഇത് ചെയ്യും. അവരാണ് ട്രാപ്പിലായി പോവുക. അപ്പോൾ ഇത് നമ്മൾ വളരെ ഈ പ്രണയിച്ച് കല്യാണം കഴിച്ചവർക്കും ഇത് വളരെ അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അവർ വളരെ കൃത്യമായിട്ട് ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് സമൂഹത്തിനൊരു സന്ദേശമായി നൽകണം. അത് രണ്ട് ഐഡൻറ്റിറ്റിയാണ്. പ്രണയിച്ച് എസ്പെഷ്യലി രണ്ട് സമുദായത്തിലോ രണ്ട് ജാതിയിലോ പെട്ട ആളുകൾ രണ്ട് ഐഡൻറ്റിറ്റിയാണ്. ആ ഐഡൻറ്റിറ്റി അങ്ങനെ തന്നെ കീപ്പ് ചെയ്യാൻ പറ്റണം. എന്നിട്ട് അവർക്ക് മനുഷ്യൻ എന്ന രീതിയിൽ ഒരുമിച്ച് ജീവിക്കാൻ പറ്റും. സ്ത്രീ എപ്പോഴും ബലിയാടാവുന്നൊരു സാഹചര്യം പ്രണയവിവാഹങ്ങളിലുണ്ട്. എസ്പെഷ്യലി നമ്മൾ ഇൻ്റർ റിലീജിയസ് മാരേജ് ഉണ്ട്. ഇതൊക്കെ ചെയ്തിട്ട് ഇവൻ സെക്കുലറിസം പറയും. അതല്ലേ എൻ്റെ രസം. ഇതെല്ലാം ചെയ്തിട്ട് ഇവൻ സെക്കുലറിസം പറയും. ഇതെന്താ? അതല്ലേ സത്യത്തിൽ BJP ഒക്കെ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യുന്നത് അതിൻ്റെ മുകളിലാണ്. കാരണം ഡിബേറ്റുകൾ വരുമ്പോൾ അവർ പറയും നിങ്ങൾ സെക്കുലറിസം, നിന്റെ എന്താ ഇങ്ങനെ എന്ന് ചോദിക്കും. പിന്നെ ചില ആളുകൾ അവസാനം പറയാന്ന് വെച്ചാൽ അത് രഹസ്യമായി ചെയ്യാം. എടാ ഈ ധൈര്യം അല്ലെങ്കിൽ ഇതൊന്നും ചെയ്യാൻ നിൽക്കരുത്. രഹസ്യമായിട്ട് നമുക്ക് മാമോദീസം മുക്കാൻ, രഹസ്യമായിട്ട് നമുക്ക് പൊന്നാനി കൊണ്ടുപോയി മതം മാറ്റാം, രഹസ്യമായിട്ട് നമുക്ക് ആര്യ സമാജത്തിൽ പോകാം. നീ എന്ത് ചെയ്യണം? പരസ്യം ചെയ്യും. പലരും ചെയ്ത പോലെ ആ സമുദായത്തിലേക്ക് അങ്ങ് എടുക്കുക. രഹസ്യമായി ചെയ്ത ആളുകൾ പറ്റിക്കേണ്ട ആവശ്യമുണ്ട്. ഇത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ പ്രണയിച്ച് കല്യാണം കഴിച്ചെന്ന് വിചാരിച്ചു ഒരാളെ മനസ്സിലുള്ള കൃഷ്ണനോ അള്ളായോ ജീസസോ മാറിപ്പോവും? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പ്രണയമൊക്കെ സംഭവിക്കും. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? മാറിപ്പോവില്ല. പക്ഷേ ഈ സെക്യുലറിസത്തിൻ്റെ പേരിൽ സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തുന്നത് പലപ്പോഴും മുസ്ലിം സമുദായത്തെയാണല്ലേ? സത്യമാണ്. കാരണം വെച്ചാൽ മുസ്ലിംസ് കുറച്ചൊരു വിസിബിൾ ആയതിൻ്റെ പ്രശ്നമാണ്. പിന്നെ ഇവർ ഈ മണ്ടത്തരങ്ങൾ പറയുന്നതുകൊണ്ട് ഇവരെ ഒന്ന് ചൂണ്ടിക്കാണിക്കാം. എപ്പോഴും നമ്മുടെ സമീപകാല ചരിത്രത്തിൽ മുസ്ലിംസ് പലപ്പോഴും കേരളത്തിൽ വെച്ച് പലത് അഗ്രസീവ്സ് ആയിട്ട് വന്ന ആളുകൾ, പുറത്തുനിന്ന് വന്ന ആളുകളാണ്, രാജവംശങ്ങൾ സ്ഥാപിച്ചുകൊണ്ട്. അതുകൊണ്ട് അവരെ പറ്റിയൊരു വില്ലൻ മനസ്കഥയുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ ഇപ്പോൾ മലബാറിലില്ലാത്ത ഒരു മുസ്ലിം ബിരുദ തിരുവനന്തപുരത്ത് ഉണ്ടെന്ന് ആളുകൾ പറയാറുണ്ട്. എനിക്കത് ഫീൽ ചെയ്തിട്ടൊന്നുമില്ല, പക്ഷേ ആളുകൾ പൊതുവേ പറയാറുണ്ട്. പിന്നെ ഞാൻ ഇടപെടുന്ന സൊസൈറ്റിയുടെ പ്രത്യേകതയായിരിക്കും, എനിക്കത് ഫീൽ ചെയ്തിട്ടില്ല. അതിന് കാരണമായി പറയുന്നത് ഞാൻ മുമ്പ് ഇവിടെ ഒരു മുസ്ലിം ഒരു മുഗളൻ എന്ന് പറഞ്ഞുള്ള ഗവർണർ ഉണ്ടായിരുന്നു ഇവിടെ. മുഗളന്മാരുടെ ഗവർണർ എന്ന് പറയുന്നത് മധുര പിന്നെ ആർക്കോട്ടെ ഗവർണർ എന്ന് പറയുന്നത് എനിക്കറിയില്ല. അയാൾ തിരുവിതാംകൂറിൽ വന്ന് തിരുവിതാംകൂർ പിടിച്ചെടുത്തു. നമ്മുടെ ഈ സ്ഥലം മണക്കാട് അയാളെ ഒരു കേന്ദ്രമാക്കി മാറ്റി. അവിടെ ഒരുപാട് കൺവേർഷൻ നടത്തി ഈ ചുറ്റുപാടും. അവസാനം മലബാറിൽ നിന്ന് ഉമയമ്മ റാണി മലബാറിൽ നിന്ന് വന്നിട്ടുള്ള ഒരു കോലത്തിരി രാജാവിൻ്റെ സഹായത്തോടു കൂടി അയാളെ കൊന്നു എന്നാണ് കേൾക്കുന്നത്. അന്ന് തൊട്ട് തുടങ്ങിയ മുസ്ലിം വിരോധമാണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളത്. എനിക്കറിയില്ല, ഒരു ഐതിഹ്യമാണ്. നമുക്ക് വലിയ കൃത്യമായ ചരിത്രരേഖകളൊന്നുമില്ല. തിരുവിതാംകൂർ ചരിത്രം എഴുതിയ 2 പേര് വലിയ തെളിവൊന്നുമില്ലാതെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. മലബാറിലാണ് നേരെ ഓപ്പോസിറ്റാണ്. മലബാറിൽ സാമൂതിരി ഇവരൊക്കെ കൊണ്ടുവന്ന് താമസിക്കാനൊക്കെ സൗകര്യം കൊടുത്തു. മൂപ്പരെ അകന്ന ബന്ധത്തിലുള്ള
ആളുകളെ കൊണ്ട് പ്രധാന ഷെയ്ഖുമാരെയൊക്കെ കല്യാണം കഴിപ്പിച്ചു. അങ്ങനെയാണ് അവിടെ വലിയ തറവാടുകൾ മുസ്ലിംസിനിടെ മരുമക്കത്തായി വന്നത്. അങ്ങനെയാണ്. അങ്ങനെ മുസ്ലിംസും എസ്പെഷ്യലി നായന്മാരും തമ്മിൽ മലബാറിൽ ഭയങ്കര ബന്ധമാണ്. ഇവിടെ തിരുവിതാംകൂറിൽ ആളുകൾ പറയുന്നത് നേരെ ഓപ്പോസിറ്റാണ്. മുസ്ലിംസ് നായൻസ് തമ്മിൽ അത്ര നല്ല ബന്ധമല്ല എന്നാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത്. അപ്പോൾ ഞാനതിന് കാരണം അന്വേഷിച്ച് നോക്കിയപ്പോൾ എനിക്ക് ഫീൽ ചെയ്തില്ല. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇതൊക്കെ നിങ്ങളെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ചിട്ടാണ്. ഞങ്ങളോട് എല്ലാവരും വിരോധമാണെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ തോന്നുള്ളൂ. മറിച്ച് നമ്മൾ സത്യസന്ധമായി ജീവിക്കും. നമ്മളോട് ആരെങ്കിലും വിരോധമില്ല നമ്മൾ തോന്നിക്കഴിഞ്ഞാൽ ആദ്യം ചില റിസർവേഷൻസ് ഉണ്ടെങ്കിലും അത് മാറും. അത്രയ്ക്ക് ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ഈ ആറ്റിറ്റ്യൂഡ്. അപ്പം ഒന്നത് ഇതാണ് ഒരു പ്രധാനപ്പെട്ട കാരണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ചെറിയ ചെറിയ കലാപങ്ങൾ ഉണ്ടായല്ലോ ഇവിടെ, മണക്കാട് ഭാഗത്തൊക്കെ തന്നെ. ഇതൊക്കെ അതിന് ബന്ധപ്പെട്ടാണ് അത്. അപ്പം മുസ്ലിംസിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിംസ് കുറച്ചും കൂടി ഈ ആധുനിക വിദ്യാഭ്യാസം കിട്ടിയ പതുക്കെ ആയതുകൊണ്ട് കുറച്ച് മണ്ടത്തരങ്ങൾ കൂടുതൽ കാണിക്കും. അതുകൊണ്ട് അവരെ വില്ലന്മാരാക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷെ സൈലൻ്റായിട്ട് ഇവിടെ മതപരിവർത്തനവും ഈ രീതിയിലുള്ള വിവാഹങ്ങളിലൂടെയുള്ള സൈലൻ്റ് ആയിട്ടുള്ള കൺവേർഷനും ഈ വിവാഹത്തിലുള്ള കൺവേർഷൻ ചെയ്തില്ല മക്കളെ ആ സമുദായത്തിൽ ആക്കി വളർത്തുകയും വേറെ കമ്മ്യൂണിറ്റിയാണ്. അത് മുസ്ലിംസ് അല്ല. മുസ്ലിംസിന് കുറച്ചുകൂടി ഓപ്പണാണ്. മക്കളെ മുസ്ലിം ആക്കി വളർത്തി കഴിഞ്ഞാൽ തട്ടടുന്നത് കാണാം, പേരിലെങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റും, മറ്റേ കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അത് സോഷ്യോളജിക്കലായ ഒരു വിഷയമാണ്. പക്ഷേ എൻ്റെ പ്രശ്നം അതൊന്നുമല്ല. എൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഒന്ന് ഇന്ത്യൻ റിലീജിയസ് മാനേജ് ചെയ്യുമ്പോൾ സ്ത്രീകൾക്ക് സ്പേസ് ഇല്ലേ, മനസ്സിലായില്ലേ? എന്തിനാണ് നമുക്ക് ഇങ്ങനെയുള്ളവന്മാരെ കല്യാണം കഴിക്കാൻ ഈ പെമ്പിള്ളേർ പോകുന്നത്? കല്യാണത്തിന് മുമ്പ് ആദ്യം പറഞ്ഞേക്കണം, എനിക്ക് എൻ്റേതായ സ്പേസുണ്ട്, എനിക്ക് എൻ്റേതായ ദൈവമുണ്ട്. അതില്ലെങ്കിൽ ഈ സെക്കുലേഴ്സ് എന്നത് പൊള്ളയായിപ്പോകും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.